കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള അനീഷിന്റെ സാക്ഷ്യം. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഭാര്യ പറയുന്നത് ഉടമ്പടി എടുക്കാൻ. ഉടമ്പടിയിൽ 2 ആഴ്ച നിന്നപ്പോൾ ഉണ്ടായ ദൈവിക ഇടപെടൽ. ഞാൻ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനൊരു പുതിയ വാഹനം എടുത്തിരുന്നു. എൻ്റെ കൂട്ടുകാർ ആ വാഹനം കൊണ്ടുപോകുന്ന വഴി മറ്റൊരു വണ്ടിയിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയി. അത് വലിയ കേസായി. അവർ ഹാജരാകാതെ വന്നപ്പോൾ എൻ്റെ പേരിൽ കേസായി, വാറണ്ടായി. 9 വർഷം ആ കേസ് നീണ്ടു. 15 ലക്ഷത്തോളം രൂപ വക്കീൽ ഫീസായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി കോടതിയിൽ ഹാജരാകണം, എന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ കേസിൽ വക്കീൽ എന്നെ വിളിച്ചിട്ട് കോടതിയിൽ വരേണ്ട, ആ കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കേസിന്റെ പേരിൽ കൂട്ടുകാരോട് ഒരു 6 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളമായി. ആ സമയം എൻ്റെ മുൻപത്തെ മുതലാളി എനിക്ക് നല്ല ശമ്പളത്തിൽ ഡ്രൈവറായി ജോലി തരികയും അദ്ദേഹം കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുകയും കടം പതുക്കെ തീർക്കാമെന്നും സമ്മതിച്ചു. മരട് നെട്ടൂരിൽ നിന്നുള്ള ജാസ്മിൻ തോമസിന്റെ സാക്ഷ്യം. ഇത് ഉടമ്പടിയിലെ ഒരു ലൈറ്റ് വെയ്റ്റിംഗ് സാക്ഷ്യമാണ്. 610 ഗ്രാം ഭാരമുള്ള കുഞ്ഞിനെ പ്രസവിച്ച എന്നെ ഉടമ്പടി വഴി മാതാവ് സന്ധിച്ച സാക്ഷ്യം. ഞാൻ പ്രഗ്നന്റ് ആയി 6-ാം മാസത്തിൽ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുക്കേണ്ടി വന്നു. 610 ഗ്രാം മാത്രമേ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. ഡോക്ടേഴ്സിന് പോലും ഈ കുഞ്ഞിനെ എങ്ങനെ രക്ഷിച്ചെടുക്കുമെന്ന് സംശയമായിരുന്നു. കുഞ്ഞിനെ വെന്റിലേറ്ററിലാക്കി. സിസേറിയനെ തുടർന്ന് എനിക്ക് തലയിൽ വെള്ളം കെട്ടി അതെൻ്റെ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, സൗണ്ട് കേൾക്കാൻ പറ്റില്ല, ലൈറ്റ് കാണാൻ പറ്റില്ല, വായിക്കാൻ പറ്റില്ല, ഫോൺ നോക്കാൻ പറ്റുന്നില്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് IIH എന്ന അസുഖമാണെന്ന് കണ്ടു. വിദേശത്തായിരുന്ന എന്നെ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വിട്ടു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് വെന്റിലേറ്ററിലുള്ള കുഞ്ഞിൻ്റെ ഫോട്ടോയുമായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ കുഞ്ഞിനും എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്കും കുഞ്ഞിനും സൗഖ്യം ലഭിച്ചു. എൻ്റെ മൂത്ത മകൻ്റെ സ്പീച്ച് ഡിലേയും മാറിക്കിട്ടി. അപ്രതീക്ഷിത ദുരന്തങ്ങൾ കുടുംബം നേരിടുമ്പോൾ ഉടമ്പടി എന്നെ സന്ധിച്ച സാക്ഷ്യമാണിത്. എൻ്റെ മകൾ പഠിക്കാൻ വളരെ പുറകിലായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മകൾക്ക് മാർക്ക് തീരെ കുറവായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതിയതിൻ്റെ ഫലമായി മകൾക്ക് ഫുൾ A+ ലഭിച്ചു. +2-നും 97% മാർക്ക് നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് മകളെ നഴ്സിംഗിന് വിടുന്നതിന് പണമില്ലായിരുന്നു. ഞാൻ മകൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കോട്ടയത്തെ ഒരു കോളേജിൽ തന്നെ മകൾക്ക് അഡ്മിഷൻ ലഭിച്ചു. കൂടാതെ എൻ്റെ മൂത്ത മകൾക്ക് 16 വർഷമായി ഫിറ്റ്സ് രോഗമുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ച് കാശ് രൂപം തന്നു. അതിനുശേഷം മകൾക്ക് ഫിറ്റ്സ് രോഗം വന്നിട്ടില്ല. വൈദികനാകാൻ പോയ എൻ്റെ മകന് എപ്പോഴും അസുഖമായിരുന്നു. അവിടുത്തെ അച്ഛൻ വിളിച്ചിട്ട് ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മാതാപിതാക്കൾ വന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഉടമ്പടി തൈലവും തേനും മകന് കൊടുത്തു. ജപമാല റാലിക്ക് പങ്കെടുക്കാമെന്ന് നേർന്നു. പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ സർജറി വേണ്ടെന്ന് പറഞ്ഞു. തൃശൂർ കോട്ടപ്പുറത്തു നിന്നുള്ള ജിനി സേവ്യറിന്റെ സാക്ഷ്യം. ഉടമ്പടി പുതുക്കിയപ്പോഴാണ് എൻ്റെ വിഷയത്തിൽ ദൈവിക തീരുമാനമുണ്ടായത്. എനിക്ക് 2021 ഒരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. വയറിൻ്റെ സൈഡിൽ ചൊറിച്ചിലും കുരുക്കളുമൊക്കെ വന്ന് പൊട്ടി വെള്ളമൊലിക്കാൻ തുടങ്ങി. കറുത്ത പാടുകളും ഉണ്ടായിരുന്നു. പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും പടരാൻ തുടങ്ങി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കിയപ്പോൾ സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എനിക്ക് 21 വർഷമായി തുമ്മലും ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു സാധാരണ ജലദോഷം വന്നാൽ പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ മൂക്കിൽ ദശയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ അസുഖം പിന്നെ ഉണ്ടായിട്ടില്ല. കൂടാതെ 15 വർഷമായി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നുമായിരുന്നു. എങ്ങും പോകാൻ സാധിക്കില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നുള്ള രാജിമോളുടെ സാക്ഷ്യം.
6 വർഷത്തെ മാറാത്ത ചുമ സൗഖ്യമായി. കുടുംബം നിറയെ അനുഗ്രഹങ്ങൾ സമ്മാനിച്ച മരിയൻ ഉടമ്പടി. എനിക്ക് 6 വർഷമായി തുടർച്ചയായി ചുമയായിരുന്നു. സംസാരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ചുമ. പല ഡോക്ടർമാരെയും കണ്ട് പല ട്രീറ്റ്മെന്റുകൾ എടുത്തുവെങ്കിലും ഒരു മാറ്റവും ഉണ്ടായില്ല. ചുമ കാരണം യൂറിൻ പോകുന്ന അവസ്ഥയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ ഭർത്താവിന് ഒരു ഫ്രൂട്ട്സ് കടയിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് അടുത്തുള്ള ഒരു കമ്പനിയിൽ ജോലി അന്വേഷിച്ച് ചെല്ലുകയും സ്ഥിരമായി ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. മകന് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതിയതിന്റെ ഫലമായി USS സ്കോളർഷിപ്പിന് 20 കുട്ടികൾ എഴുതിയതിൽ 1ാം സ്ഥാനവും ലഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ നിന്നുള്ള ഷിനുവിന്റെ സാക്ഷ്യം. ആന്റിയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിയുന്നത്. ഉടമ്പടിയുടെ നോട്ട് ബൈ മെറിറ്റ് സാക്ഷ്യമാണിത്. എൻ്റെ ഒരു ആന്റി വഴിയാണ് സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്ന ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ സൗദിയിൽ നിന്ന് റിസൈൻ ചെയ്ത് യൂറോപ്യൻ കൺട്രിയിൽ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു. പിന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം OETക്ക് പഠിക്കുകയും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ OET പാസ്സാകാനും സാധിച്ചു. പിന്നെ അയർലൻഡ് പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് ഡയറക്റ്റ് അയർലൻഡിലെ ഒരു ഗവൺമെന്റ് ഏജൻസി ത്രൂ ഒരു ഇന്റർവ്യൂ വരികയും 3 ദിവസത്തിനുള്ളിൽ ഓഫർ ലെറ്റർ കിട്ടുകയും 13 ദിവസം കൊണ്ട് വിസ അപ്രൂവ്ഡ് ആയി കിട്ടുകയും അയർലൻഡിൽ പോകുന്നതിനും സാധിച്ചു. കോട്ടയത്ത് നിന്നുള്ള ജിജിയുടെ സാക്ഷ്യം. ഓപ്പറേഷൻ വേണം, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉടമ്പടിയിലെ വലിയ ദൈവിക സംരക്ഷണം. എൻ്റെ ഭാര്യയ്ക്ക് തൈറോയിഡ് പ്രശ്നം വന്ന് FNAC ചെയ്തപ്പോൾ തൈറോയിഡ് പോസിറ്റീവ് ആണെന്നറിഞ്ഞു. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം, സർജറി വേണമെന്നും പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് സൈത്ത് പൂശി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് ഓപ്പറേഷൻ വേണ്ട, മരുന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്യാൻസറിന്റെ അസുഖവും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സുഖപ്പെട്ടു. അച്ഛൻ്റെ വലിവിൻ്റെ അസുഖവും അമ്മയുടെ അലർജി രോഗവും വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാറിക്കിട്ടി. ഇടുക്കിയിൽ നിന്നുള്ള തുമ്പിയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്തപ്പോൾ സമയ ചുരുക്കത്തിൽ തടസ്സങ്ങൾ മാറി. PSC അപ്പോയിൻമെൻറ്റ് കയ്യിൽ കിട്ടി. ഞാൻ BSc അഗ്രികൾച്ചറാണ് പഠിച്ചത്. 2017 ഞാൻ ഒരു PSC എക്സാം എഴുതി. 2020 അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ അത് കേസിലായതിനാലും കോവിഡ് കാലമായതിനാലും സ്റ്റേ ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 7 ദിവസത്തിനുള്ളിൽ എനിക്ക് അഡ്വൈസ് മെമ്മോ കിട്ടി. മാർച്ച് 21 അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടി ജോലിയിൽ പ്രവേശിച്ചു. കൂടാതെ എൻ്റെ സഹോദരന് 3 വർഷമായി വിവാഹം ആലോചിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വിവാഹം നടക്കുന്നതിനും ജർമ്മനിയിൽ പോകുന്നതിനും സാധിച്ചു. തൃശ്ശൂരിൽ നിന്നുള്ള അലീന ഫ്രാൻസിസിന്റെ സാക്ഷ്യം. അനുഗ്രഹങ്ങൾ താമസിക്കുന്നത് ഏറ്റവും നല്ലത് ദൈവം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത് കൊണ്ട്. എൻ്റെ ഉടമ്പടി അനുഭവം ഇതാണ്. ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു. 60 വർഷം പഴക്കമുള്ള ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ കോൺവെന്റിലെ സിസ്റ്റേഴ്സിന്റെ ഹെൽപ്പ് വഴി 3 മാസം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു. കൂടാതെ +2 ശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. B2 പാസ്സാകാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു. പഠിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിച്ചു. എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ 4 മോഡ്യൂളും ഫെയിലായി. വീണ്ടും 2 മോഡ്യൂളിന് ഡേറ്റ് എടുത്തു, അതും ഫെയിലായി. ഇനി എഴുതാനുള്ള പണം ഇല്ലാതായപ്പോൾ ഇനി എന്നെ പാസ്സാക്കിയാൽ ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി ഞാൻ എക്സാം പാസ്സായി വിദേശത്ത് പോകുന്നതിന് സാധിച്ചു.